നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ്ങിൽ താല്പര്യമുണ്ടോ? അതല്ലെങ്കിൽ ഫുട്വെയർ ഡിസൈനിങ്ങിൽ താല്പര്യമുണ്ടോ? എങ്കിൽ ഈ കോഴ്സുകൾ പഠിക്കാൻ പറ്റിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്നുള്ള സ്വഭാവത്തിൽ പറയാവുന്ന യൂണിവേഴ്സിറ്റിയാണ് ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് FDDI എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസൈനിങ്, അതിൻ്റെ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ ഫുട്വെയർ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ, അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് FDDI എന്ന് പറയുന്നത്. ഇന്ത്യയിലെ വ്യത്യസ്ത ക്യാമ്പസുകളിലായിട്ടാണ് FDDI സ്ഥിതി ചെയ്യുന്നത്. FDDI കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദാംശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഈ സ്ഥാപനം വരുന്നത്. FDDI എന്ന് പറയും. FDDIയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനം ഈ ഒരു സെക്ടറിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് FDDI എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ഫാഷൻ ഡിസൈനേഴ്സ്, അതുപോലെ തന്നെ ഫുട്വെയർ ഡിസൈനേഴ്സ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് എല്ലാം ഈ സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളാണ് എന്നതാണ്. വ്യത്യസ്ത ക്യാമ്പസുകളിലായിട്ട് ഫുട്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ലെതർ, ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈൻ, അതുപോലെ റീറ്റെയിൽ ആൻഡ് ഫാഷൻ മെർക്കൻഡൈസ്, ഫാഷൻ ഡിസൈൻ തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? FDDI പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, +2 ഏത് സ്ട്രീമിൽ പഠിച്ച ആളുകൾക്കും ഇവിടുത്തെ ഡിഗ്രി കോഴ്സിന് പ്രവേശനം നേടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ബി ഡിസൈൻ കോഴ്സ് എന്ന് പറയുന്നത് 4 വർഷത്തെ കോഴ്സാണ്. 8 സെമസ്റ്ററുകളിലായിട്ടാണ് കോഴ്സ് വരുന്നത്. അതിൽ തന്നെ ബി ഡിസൈൻ ഫുട്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ എന്നുള്ള കോഴ്സ് വരുന്നുണ്ട്. ബി ഡിസൈൻ ഫാഷൻ ഡിസൈൻ എന്ന് പറഞ്ഞ കോഴ്സ് വരുന്നുണ്ട്. ബി ഡിസൈൻ ലെതർ, ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ കോഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കോഴ്സുകളെല്ലാം വ്യത്യസ്ത ക്യാമ്പസുകളിലായിട്ട് അവൈലബിൾ ആണ് എന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് BBA, റീറ്റെയിൽ ആൻഡ് ഫാഷൻ മെർക്കൻഡൈസ് എന്ന് പറഞ്ഞ കോഴ്സും FDDIയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതാണ്. മാസ്റ്റേഴ്സ് കോഴ്സുകളായിട്ട് ഡിസൈൻ പ്രോഗ്രാമുകൾ, ഫുട്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ, ഫാഷൻ ഡിസൈൻ തുടങ്ങിയിട്ടുള്ള കോഴ്സുകളും, അതുപോലെ തന്നെ അതിൻ്റെ MBA പ്രോഗ്രാമുകളും PhD കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതാണ്. നമ്മളിതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറയുന്നത്, ലോകത്ത് തന്നെ വലിയ വലിയ കമ്പനികൾ, ഓർഗനൈസേഷൻസ് അവരുടെ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ടും ഡിസൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ടും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ വലിയ രീതിയിൽ ഹയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം വളരെ ഡെയിലി ലെവൽ ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന, യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഫാഷൻ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിലുള്ള ഡിമാൻഡ് ദിനേന എന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മേഖലയിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ FDDI എന്ന് പറയുന്നത് മികച്ചൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ അവരുടെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള സമയമാണ്. അപ്ലൈ ചെയ്യേണ്ട സമയം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാവുന്നതാണ്. എങ്ങനെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കരിയർ മേഖല നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ സെക്ടറിൽ വ്യത്യസ്തമായിട്ട് പോകാൻ വേണ്ടി സാധിക്കും. പ്രൊഡക്റ്റ് ഡിസൈനർ, ആക്സസറി ഡിസൈനർ, റേഞ്ച് ഡെവലപ്പർ, ഫാഷൻ ഡിസൈനർ, ട്രെൻഡ് ഫോക്കാസ്റ്റർ, ഓൺട്രപ്രണർ, ഡിസൈൻ കൺസൾട്ടൻറ്റ് തുടങ്ങിയിട്ടൊക്കെയുള്ള മേഖലയിലേക്ക് പോകാം. ഇനി വിഷ്വൽ ഡിസൈനർ എന്നുള്ള കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ UX UI ആർക്കിടെക്റ്റ്, അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനർ, യൂസർ എക്സ്പീരിയൻസ് കൺസൾട്ടൻറ്റ് തുടങ്ങിയിട്ടൊക്കെയുള്ള മേഖലയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റീറ്റെയിൽ മെർക്കൻഡൈസിങ് തുടങ്ങിയിട്ടുള്ള മേഖല നോക്കുകയാണെങ്കിൽ മെർക്കൻഡൈസർ, റീറ്റെയിൽ മെർച്ചൻ്റ്, അതുപോലെ തന്നെ കാറ്റഗറി മാനേജർ, ബയർ, റീറ്റെയിൽ കൺസൾട്ടൻറ്റ് തുടങ്ങിയിട്ടുള്ള സെക്ടറിലേക്ക് പോകാനുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ, സാമ്പിളിംഗ് കോർഡിനേറ്റർ, ക്വാളിറ്റി ഹെഡ്, കംപ്ലയൻസ് ഓഫീസർ തുടങ്ങിയിട്ടൊക്കെയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള സെക്ടറുകളിലേക്ക്, വിവിധ കരിയർ മേഖലയിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള അവസരം ഇവിടുത്തെ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ കിട്ടുന്നില്ല. ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് ഫാഷൻ ഡിസൈനേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളാണ്. വലിയ വലിയ കമ്പനികൾ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ, അതുപോലെ തന്നെയുള്ള പ്രൊഡക്ഷൻ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇവരുടെ അലൂമിനി ആണ്. വലിയ അലൂമിനി നെറ്റ്വർക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്നതാണ്. ഈ FDDIയിലേക്കുള്ള ഈ വർഷത്തെ അഡ്മിഷൻ 2025-26 നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഇപ്പോൾ കൊടുക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അവരുടെ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ്, ഓൾ ഇന്ത്യ സ്ക്രീനിങ് ടെസ്റ്റ് വഴിയാണ് അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. 20th April 2025 വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയമുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എക്സാമിനേഷൻ നടക്കുന്ന സമയം എന്ന് പറയുന്നത് 11th May 2025 ആണ്. വളരെ നേരത്തെ തന്നെ അപ്ലിക്കേഷൻ ഫോം വിളിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകൾ ആരംഭിക്കുകയുമായിട്ട് ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ FDDIയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക്
ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നല്ല ഫീസ് സ്ട്രക്ചറൊക്കെ ഉള്ളൊരു യൂണിവേഴ്സിറ്റി കൂടിയാണ് FDD എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള പ്ലേസ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്. വ്യത്യസ്ത ക്യാമ്പസുകൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അഡ്മിഷൻ നേടാൻ വേണ്ടി സാധിക്കും. എൻട്രൻസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി ഡിസൈൻ കോഴ്സുകൾക്ക് നിങ്ങളുടെ അനലിറ്റിക്കൽ എബിലിറ്റിയും അതുപോലെ തന്നെ ബിസിനസ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും ജനറൽ അവയർനെസ്, കോംപ്രിഹെൻഷൻ, ഗ്രാമർ, യൂസേജ് തുടങ്ങിയിട്ടൊക്കെയുള്ള ഏരിയകളിൽ നിന്നുള്ളൊക്കെ ചോദ്യങ്ങളാണ് സാധാരണ ഇതിൽ ഉണ്ടാവാറുള്ളത്. കേരളത്തിൽ കൊച്ചിയിലാണ് എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് അവരുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യ പ്രസൻസ് എന്നുള്ള രീതിയിൽ വ്യത്യസ്ത ക്യാമ്പസുകളായിട്ട് ഇന്ത്യയിലെ 12 ക്യാമ്പസുകൾ, നോയിഡ, റോഹ്തക്, ഗുണ, ഹൈദരാബാദ്, കൊൽക്കത്ത, ഫുർസത്ഗഞ്ച്, അതുപോലെ തന്നെ അങ്ക്ലേശ്വർ, പാറ്റ്ന, ജോധ്പൂർ, ചിന്തൻവാര, ചെന്നൈ, ചണ്ഡീഗഡ് തുടങ്ങിയിട്ടുള്ള ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു കരിയർ, ഡിസൈൻ മേഖലയിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ഒരു സ്വഭാവത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നാണ് ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്.